ഹലോ ഗായ്സ്, വെൽക്കം ടു റോ ഗെയിമിംഗ്. അപ്പോൾ എൻ്റെ പേരാണ് നാരായണമൂർത്തി. ഇതെൻ്റെ വേറൊരു പുതിയ ചാനലാണ് റോ ഗെയിമിംഗ്. ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യാത്ത വീഡിയോസ് ഇടാൻ വേണ്ടിയാണ് ചാനൽ. ബിക്കോസ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് എഡിറ്റ് ഒന്നുമില്ല, നേരെ ഗെയിം പ്ലേ, കട്ടുമില്ല, ഒന്നുമില്ല, ഡയറക്റ്റ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കളിക്കണമെന്ന് പറഞ്ഞാൽ ഹൈവിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കണേ. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇന്ന് നമ്മൾ കളിക്കുന്നത് ഹൈവിലാണ്. ഹൈവിൽ നമ്മൾ ഇന്ന് ഏത് കളിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഏത് കളിക്കും കഴിച്ച് വെട്ടുകാർ കളിക്കണം. വെട്ടുകാർ ക്യാപ്ചർ സർവൈവേഴ്സ് ഗ്രാൻഡ് വാർ PvPക്കൊക്കെ ഞാൻ ഭയങ്കര ഇതാണ്. നമുക്ക് ഇപ്പോൾ ആദ്യം ഏത് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ വാർ ഞാൻ ആദ്യം തുടങ്ങുന്നത് റെഗുലർ ഹൈഡൻസ്. അപ്പോൾ നമുക്ക് ഹൈഡൻസ് കളിക്കാം. ഞാൻ ഇതിന് മുന്നേ കളിച്ചെന്ന് തോന്നുന്നു. സ്റ്റാറ്റസ് ഇവിടെ എഴുതാൻ നോക്കിയിട്ട് ഏതാണ് എൻ്റെ സ്റ്റാറ്റസ്? ആപ്പ് കിങ്സ്റ്റൺ. എനിക്ക് ഞാൻ അവിടെ പോസ്റ്റ് വരും. അവിടെ എൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാട്ടിയത് കണ്ടതൊന്നും. ഇത് ഈ ചാനലിൽ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ഗെയിം പ്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഗ്രാനൈറ്റാണ് എപ്പോഴും വിളിക്കുന്നത്. ഗ്രാനൈറ്റ് ബുക്ക് ഷെൽഫ് നമ്മളിപ്പോൾ ഭയങ്കര വേസ്റ്റ് സ്ഥലമാണ്. കണ്ടതായിരിക്കണം. രണ്ട് സീക്രന്മാര് ഞാൻ പറ്റൂ മൂന്നെണ്ണം. ഇതിനകത്ത് നമുക്ക് ഒരു പിന്നെങ്ങനെ കിട്ടിയ എന്താണെന്ന് ചോദിച്ചു. ഇത് പോയി ഫസ്റ്റ് റൗണ്ട് 100 ഉണ്ട്. സക്സസ്ഫുള്ളി അമൗണ്ട് കിട്ടും. അത് ടോപ്പ് 5 ചെയ്താൽ മതി. കുഴപ്പമില്ല. എത്തി, ടോപ്പ് 5 എത്തി. പറഞ്ഞില്ല അപ്പോഴത്തേക്കും ടോപ്പ് 5 എത്തി. എന്തായാലും എനിക്ക് തേർഡ് പ്ലേസ് പോലും കിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അത്രയ്ക്ക് വേസ്റ്റ് സ്ഥലമാണ്. 26 സെക്കൻഡ് ഉണ്ട്. ഭയങ്കര വേസ്റ്റ് സ്ഥലം. ഞാൻ പോയി ഭയങ്കര നമുക്ക് ഓരോരുത്തരന്മാരെ നിർത്താം. റെസ്പെക്റ്റീവ് ആയിട്ടിട്ട് എനിക്കൊന്നും കിട്ടിയുണ്ടോ ഞാൻ പറഞ്ഞത്? ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇതാണ് എൻ്റെ സ്റ്റാറ്റസ്. എക്സ്പീരിയൻസ് നോക്കിയിരുന്നത് എനിക്കറിയാം. 5 കളി ഏതായാലും കളിച്ചിട്ടുണ്ട്. എനിക്ക് 3 ജയിച്ചു. 5 ഡേയ്സ് ഗിൽഡ് പറയണം. സീക്കേഴ്സ് ഗിൽഡ് ഹീറോ ടെക്സ് ഇതിനകത്ത് ഏതാ പ്ലാസ്മ ലീഫായിട്ട് എവിടെയെങ്കിലും പോയിച്ചിട്ട് കൊള്ളാം. ഇതുപോലെ നമുക്ക് വിടാൻ പറ്റിയ കുറച്ച് മോഡലില്ല. കണ്ട കളറിങ് സീലാൻഡ് ഞാൻ കുറച്ച് എസ്തെറ്റിക് ഇല്ല. ഞാൻ പറഞ്ഞ ശരിയൊക്കെ തൊട്ട് മേടിച്ചിരുന്നു.
ഇവിടെ ഒരു ടോണ്ട് സാധനമുണ്ടല്ലോ അതാണ് പ്രശ്നം. അതൊക്കെ അവിടെ സീക്കർമാരെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി. അവിടെ നമുക്ക് ഒരു ടോണ്ട് പൊട്ടിച്ചേക്കാം. അയ്യോ അവനെന്തായാലും അവിടെ ഡിസ്ട്രാക്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിവിടെ ടോണ്ട് ഫാർം ചെയ്യാം. ഞാൻ പറയാം ഇതിനകത്തൊരു 5 കളി കളിക്കാം. 5 കളികൾ മതി. ഇതിപ്പോ ഫസ്റ്റ് കളി കഴിഞ്ഞു, ഇപ്പൊ സെക്കൻഡ് കളി. ഇത്ര വേഗമാണ് നമ്മൾ ടോപ്പ് 10 നിൽക്കുന്നത്. ആരാ എന്താ മോനെ ഇവിടെ പരിപാടി? ഓ എന്നെ ഞാൻ ആദ്യം പിടിക്കട്ടെ, ഞാൻ ആദ്യം ഇവരെ പിടിക്കാം കേട്ടോ. ഒന്ന് രണ്ട് 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 അടുത്തേക്കൂടെ പോയി. അയ്യോ ഓട് 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 പെട്ട്. പുറത്തോടെ കുറേ എണ്ണമുണ്ടായി. ഇഞ്ചി പക്ഷെ എന്ത് കഷ്ടമാണ്. നല്ല നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് ഒരു കഷ്ടമാണ്. നമുക്ക് വേറെ ആരെങ്കിലും പിടിച്ചടിക്കാനൊക്കെ. പിന്നെ എത്ര പേരുണ്ട്? 2 പേര്. ആന്റില് ഓപ്പൺ ഇവിടെ അപ്പൊ അന്യ എന്താ തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അവർ ജയിച്ചു വരും. പിന്നെ പറയണത് അയ്യോ ഉടുപ്പമാണത്. ആ ശരി. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കളി നമ്മൾ മൂച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ കളി നമ്മൾ നോക്കാം. വിക്ടറീസ് 4, അതായത് 4 പ്ലേഡ് 6. ഹൈഡേഴ്സ് ജയിച്ചാലാണ് നമ്മൾ എഴുതുന്നത്. ഒരു